നമസ്കാരം, മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ സമയത്ത് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന വാർണിംഗ് എന്താണ്? ഇത് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള മുന്നറിയിപ്പ്. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചം നൽകുന്നതായിട്ടുള്ള ഗൈഡൻസ് എന്താണ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ? നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി കാർഡ്സിന് നൽകുക. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് 2 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. എന്ത് തീരുമാനിക്കണമെന്നറിയാതെ നിങ്ങൾ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. മുന്നിൽ ഒരുപാട് സ്ട്രഗിളുകൾ നിങ്ങൾക്ക് കാണാം, എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ്സിനെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നില്ല. തീരുമാനമെടുക്കുമ്പോൾ പലപ്പോഴുമായിട്ട് നിങ്ങൾ ചെയ്യുന്നതെല്ലാം അബദ്ധമായി മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു സമയം പ്രപഞ്ചം തരുന്നതായിട്ടുള്ള വാർണിംഗ് എന്താണ് എന്ന് എടുത്ത് ചാടി നിങ്ങൾ ഈ ഒരു സമയത്ത് തീരുമാനമെടുക്കുന്നതിന് പകരം നിങ്ങളുടെ ഇൻഡ്യൂഷനിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ടെൻഷൻ അടിച്ച് എടുത്തു ചാടുന്നതിലും നല്ലത് അല്പസമയം ഒന്ന് നമുക്കുണ്ടായ സിറ്റുവേഷനെ കുറിച്ച് ഒന്ന് വിലയിരുത്തി മനസ്സിലാക്കിയതിന് ശേഷം മുന്നോട്ട് പോകുക എന്നാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഒന്നിനും ഓഫർ കൊടുക്കുകയോ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുവാനോ തീരുമാനിക്കരുത്. നമ്മൾ ഒരുപാട് ഇമോഷണലി തളർന്നിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരുപാട് ദേഷ്യപ്പെടുന്ന സമയത്തോ ഒന്നും ഒരു തീരുമാനങ്ങൾ എടുക്കരുത് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. നിങ്ങൾ എടുത്തു ചാടി ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് കടന്നു പോകാതെ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രപഞ്ചം നിങ്ങൾക്ക് അതിനുള്ള വഴി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള ഗൈഡൻസ് എന്ന് ചോദിച്ചാൽ 4 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിരാശയും നഷ്ടത്തെയുമാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ആകെ നിങ്ങൾ തളർന്നിരിക്കുന്ന ഒരവസ്ഥ തന്നെയാണ്. ഈ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സറൗണ്ടിങ് എനർജി നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവിലേക്കുള്ള ഒരു വഴിയായിരിക്കും നിങ്ങൾക്ക് ഓപ്പണായി മാറുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ നിലവിലുള്ള ആ ഒരു നെഗറ്റിവിറ്റീസിനെ മാറ്റുന്നതിന് വേണ്ടി നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് നിലവിലെ സിറ്റുവേഷനെ അതിനെ ലെറ്റ് ഗോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എത്ര തന്നെ വേദനിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിലും ആ സിറ്റുവേഷനോട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക. നിങ്ങളെ കൂടുതൽ സ്ട്രെങ്തിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉചിതമായ തീരുമാനം എടുക്കുന്നതിന് വേണ്ടി നിങ്ങളെ സഹായിച്ച ആ പെയിൻഫുൾ സിറ്റുവേഷനെ നിങ്ങൾ ഫോർഗീവ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് ഫോർഗീവ് ചെയ്യുക. ഓക്കെ, അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആ നെഗറ്റീവ് സറൗണ്ടിങ് എനർജി വിട്ടുപോകുകയും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു വഴി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയും ചെയ്യും. നമ്മുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്കൊന്നും തന്നെ കാണുവാനോ വായിക്കുവാനോ ക്ലാരിറ്റി കിട്ടുകയും ചെയ്യത്തില്ല അല്ലേ. കണ്ണുനീർ എപ്പോഴാണോ നമ്മൾ തുടച്ചു മാറ്റുന്നത് ആ സമയത്തായിരിക്കും നമുക്ക് കൃത്യതയോടുകൂടി ഓരോ കാര്യങ്ങൾ കാണുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളെ ബാധിച്ചിരിക്കുന്നതായിട്ടുള്ള ആ ഒരു വിഷമം, ജീവിതത്തിൽ നഷ്ടങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, അത് മുന്നോട്ട് പോകുന്നതിന് നിങ്ങളുടെ സറൗണ്ടിങ് എനർജിയെ നെഗറ്റീവാക്കി തീർക്കുമെന്നാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. ഓക്കെ, ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ കാണുന്ന ഓരോ വ്യക്തികളുടെയും എനർജി ഇതിലേക്ക് കടന്നു വരാം. നിങ്ങൾക്ക് പ്രത്യേകിച്ച് നോക്കണമെങ്കിൽ, നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് ആയിട്ട് നോക്കണമെങ്കിൽ നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടി കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾ ടാരോ കാർഡ് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് ന്യൂമറോളജി, ടാരോ കാർഡ്, റിക്കി ഇതെല്ലാം പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മദർ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.